Hi students, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, സ്റ്റോറേജ് ഡിവൈസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഏതൊക്കെ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ് അല്ലേ. ഡെസ്ക്ടോപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഇമേജ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കണം എന്താണ് ഡെസ്ക്ടോപ്പ് എന്നുള്ളത്. മോണിറ്ററും അതുപോലെ തന്നെ നമ്മുടെ കീബോർഡും മൗസും പിന്നെ ക്യാബിനറ്റുകളും എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് എന്ത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. നമ്മൾ ലാബുകളിലും ഓഫീസുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കമ്പ്യൂട്ടറാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. A desktop is intended to be used on a single location. The spare parts of desktop computer are readily available at relatively lower cost. Power consumption is not as critical as than in the laptops. Desktops are widely popular for daily use in the workplace and households. നമുക്കറിയാം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും പവർ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ പവർ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. ലാപ്ടോപ്പോ അല്ലെങ്കിൽ നെറ്റ്ബുക്കോ മറ്റു കമ്പ്യൂട്ടറുകളാണെങ്കിൽ അതിനകത്ത് തന്നെ പവർ സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പവർ കൊടുക്കാൻ നമ്മൾ എക്സ്ട്രാ ഒരു ഡിവൈസ്, ഇപ്പോൾ നമ്മൾ UPS അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പുറമെ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ പവർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഡെസ്ക്ടോപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതിനകത്ത് പവർ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അതുപോലെ തന്നെ സ്പേസ് കൂടുതൽ നമുക്ക് വേണം അല്ലേ, മോണിറ്റർ വെക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കേസ് അല്ലേ, ക്യാബിനറ്റ് വെക്കാനും CPU അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളും CD ഡ്രൈവും മദർ ബോർഡും എല്ലാം അടങ്ങിയിട്ടുള്ള ക്യാബിനറ്റ് വെക്കാനും അതുപോലെ തന്നെ മൗസ് കീബോർഡ് സ്പീക്കർ എല്ലാം വെക്കാനുള്ള സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്, കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫീസുകളിലും നമ്മളെന്താ പറയുക ലാബുകളിലും വീടുകളിലൊക്കെയാണ് അല്ലേ. ഇത് നമുക്ക് പോർട്ടബിൾ അല്ല, കൊണ്ട് നടക്കാൻ നമുക്കിത് പോസിബിൾ അല്ല. യെസ്, നെക്സ്റ്റ് ടൈപ്പാണ് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കുറിച്ച് പറഞ്ഞിട്ട് പോവാം, പിന്നെ നമുക്ക് ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ടോപ്പാണ്. വെരി പോപ്പുലറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലാപ്ടോപ്പ് എന്നുള്ളത് അല്ലേ. ഡെസ്ക്ടോപ്പിൻ്റെ അതേ ഫങ്ഷൻസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ തന്നെയാണ് ലാപ്ടോപ്പും. പക്ഷേ ഇതിൽ കീബോർഡുകളും സ്ക്രീനും അതുപോലെ തന്നെ മൗസും അല്ലെങ്കിൽ ടച്ച് പാഡും എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ് അല്ലേ, സെപ്പറേറ്റ് അല്ല, എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പവർ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നമുക്കിതിനകത്ത് പവർ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ലാപ്ടോപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടാകും എത്ര സമയം പവർ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന ലാപ്ടോപ്പ് കൂടുതൽ സമയം നമുക്ക് പവർ സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും അല്ലേ. പ്ലസ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോർട്ടബിളാണ് അല്ലേ. നിങ്ങൾക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനും കോളേജിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ ബാഗിൽ കൊണ്ടുപോകാനൊക്കെ വളരെ സിമ്പിളാണ് എന്ത് ലാപ്ടോപ്സ്. ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ അത് അത്ര പോസിബിൾ അല്ല. ലാപ്ടോപ്പ് ആകുമ്പോൾ സൈസ് വളരെ കുറവാണ്, എല്ലാം അതിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആണ്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ ദേ ആർ എനേബിൾഡ് വിത്ത് ഇൻബിൽറ്റ് കീബോർഡ്, ടച്ച് പാഡ് acting as a mouse and liquid crystal display. Their portability and capacity to operate on a battery power have proven to be the great help for mobile users അല്ലേ. നമുക്ക് ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ഇല്ല സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഒരു 7 hours വരെ കിട്ടുന്ന ലാപ്ടോപ്പുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ ഈ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും എന്താ പറയുക വ്യത്യാസം ഉദ്ദേശിച്ചത് രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന മീൻസ് ഡെസ്ക്ടോപ്പ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പിലും ചെയ്യാൻ പറ്റും.
ഡെസ്ക്ടോപ്പിനകത്ത് CD ഡ്രൈവ് ഉണ്ടാകും, അല്ലെങ്കിൽ DVD ഉപയോഗിക്കാൻ പറ്റും, പിന്നെ ഹൈ സ്പീഡ് നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ആ ഫെസിലിറ്റി എല്ലാം എവിടെ ഉണ്ടാകും? ലാപ്ടോപ്പിനകത്തുണ്ടാകും. ലാപ്ടോപ്പിനകത്തും നമുക്ക് DVD ഡ്രൈവുകൾ ഉണ്ടാകും, DVD നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഹൈ സ്പീഡ് നെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ലാപ്ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ അതേ സ്പീഡ് നമുക്ക് എന്തിലും കിട്ടും? ലാപ്ടോപ്പിലും കിട്ടും. ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോർട്ടബിലിറ്റി, പവർ കൺസപ്ഷൻ അല്ലേ, പവർ യൂസേജ്, പവർ സ്റ്റോർ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എല്ലാം അറ്റാച്ച്ഡ് ആണ്. സ്പേസ്, കുറഞ്ഞ സ്പേസ് മാത്രം മതി നമുക്ക് ലാപ്ടോപ്പ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ ഒരു വ്യത്യാസങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇനി വരുന്ന ലാപ്ടോപ്പുകളിൽ അങ്ങനെയല്ല, അതിനകത്തുള്ള ഫങ്ഷനാലിറ്റീസിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അടുത്ത് നമുക്കുള്ളത് നെറ്റ് ബുക്സ് ആണ്. എന്താണ് നെറ്റ് ബുക്സ്? നെറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ടെലിഫോൺ മോഡം, ദർ ഈസ് നോ ഒപ്റ്റിക്കൽ ഡ്രൈവർ, CD and DVD are to be thrown overboard to reduce both size and cost. Another omission is the new legacy PC card. PC card slot ഉണ്ടാവില്ല. അതുപോലെ തന്നെ മോസ്റ്റ് നെറ്റ് ബുക്സ് don't include Bluetooth, and while they have Ethernet and Wi-Fi, they don't include the fastest version of Ethernet. The latest, okay, അതിനകത്ത് ഉണ്ടാകുന്ന മെയിൻ മീൻസ് ലാപ്ടോപ്പും നെറ്റ് ബുക്കുകൾ, അല്ലെങ്കിൽ ലാപ്ടോപ്പും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പും നെറ്റ് ബുക്കുകളുടെ മെയിൻ ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കുറവായിരിക്കും. മനസ്സിലായി? ഇതിൻ്റെ സൈസും കുറവായിരിക്കും, പ്ലസ് കോസ്റ്റും കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഇതെല്ലാം കുറവാകുന്നതാണ് പറയുന്നത്. ടെലിഫോൺ മോഡ് ഉണ്ടാവില്ല ഇതിനകത്ത്. സാധാ ലാപ്ടോപ്പിനകത്ത് ടെലിഫോൺ മോഡ് ഉണ്ട്. അതായത് ടെലിഫോൺ കേബിൾ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു പാർട്ട് ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ അത് എന്തിലുണ്ടാവില്ല? നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡം, ടെലിഫോൺ മോഡം ആഡ് ചെയ്യാൻ പറ്റും. ചില കമ്പ്യൂട്ടറിലേക്ക് ബൈ ഡിഫോൾട്ട് തന്നെ എന്തുണ്ടാവും, പക്ഷേ അല്ലെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഡെസ്ക്ടോപ്പിനകത്തുണ്ട്. പക്ഷേ ലാപ്ടോപ്പുകളിലും എന്തുണ്ടായിരുന്നു? ടെലിഫോൺ കേബിൾ ഇല്ലേ, നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ടെലിഫോൺ കേബിൾ നേരിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി സാധാ ലാപ്ടോപ്പുകളിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫെസിലിറ്റി എവിടെ ഉണ്ടാവില്ല? നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഡെസ്ക്ടോപ്പിനകത്ത് CD ഒക്കെ ഉണ്ടായിരുന്നു, CDയും ഫ്ലോപ്പിയൊക്കെ. പക്ഷെ അതൊന്നും എവിടെ ഉണ്ടാവില്ല? നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. CDs, അപ്പോൾ CDയും DVDയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ലാപ്ടോപ്പിലുണ്ടായിരുന്നു, അതും എവിടെ ഉണ്ടാവില്ല? നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സൈസ് കുറച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു CD പ്ലേസ് ചെയ്യാനുള്ള സൈസും അറിയില്ല, അതിൻ്റെ CD ഡ്രൈവിൻ്റെ സൈസ്, ആ ഒരു സൈസ് നമ്മൾ ലാപ്ടോപ്പിനകത്ത് കാണണം. പക്ഷേ ഇവിടെ എന്തുണ്ടാവില്ല? ആ ഒരു സൈസൊക്കെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ CD DVD അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് റീഡ് ചെയ്യാനുള്ള ഡ്രൈവുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സൈസ് കുറഞ്ഞു, പ്ലസ് കോസ്റ്റും കുറയും. ദെൻ PC കാർഡുകൾ, എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന കാർഡുകൾ, മെമ്മറി കാർഡ്, അങ്ങനെ ഒരുപാട് കാർഡുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ സൗണ്ട് കാർഡ്. പക്ഷെ അതൊന്നും എവിടെ ഉണ്ടാവില്ല? നെറ്റ് ബുക്കിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയും സൈസും കുറവാണ്. ദെൻ ബ്ലൂടൂത്ത് ഫെസിലിറ്റി, ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്. ആ ബ്ലൂടൂത്ത് ഫെസിലിറ്റിയും നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ടാകും. ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമുക്ക് ഈ നെറ്റ് ബുക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് നെറ്റ് ബുക്കുകളും ലാപ്ടോപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. നെറ്റ് ബുക്കിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും, മീൻസ് കമ്പയർ ടു ദി ലാപ്ടോപ്പ് നെറ്റ് ബുക്കിൻ്റെ സൈസ് കുറവായിരിക്കും. കാരണം എന്തെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ഈ പോയിൻറ്റ്സുകളൊക്കെയാണ് അതിൻ്റെ സൈസ് കുറയാനും കോസ്റ്റ് കുറയാനുള്ള കാരണങ്ങൾ. ഇനി നെറ്റ് ബുക്സ് ആർ ultra portable device designed to mainly focus on users waiting easy internet access at any point in time. Netbooks are lightweight laptops designed to replace desktop computers with similar performance level. അല്ലേ, നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ഫെസിലിറ്റിയും അടങ്ങിയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പാണെന്ത് നമ്മുടെ നെറ്റ് ബുക്സ് അല്ലേ. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, നമുക്ക് ഏത് സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. പക്ഷേ സ്പീഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ.
Okay, they entered into the computer market in 2007 at relatively low price when compared to the notebooks. അത് മറ്റു കമ്പ്യൂട്ടറാണ് നോട്ട്ബുക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. They are designed to be compact, lightweight, less expensive and less powerful than the notebooks. നോട്ട്ബുക്കിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, അതിന് തന്നെ മറ്റൊന്ന് ലെസ് പവർഫുള്ളാണ് അല്ലേ. അപ്പോൾ ലാപ്ടോപ്പിനെ അപേക്ഷിച്ചിട്ടും നോട്ട്ബുക്കിനെ അപേക്ഷിച്ചിട്ടും ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ചിട്ടൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ലെസ് പവർഫുള്ളാണ് എന്ത് നമ്മുടെ നെറ്റ് ബുക്ക്. മാറണ്ട, നോട്ട് ബുക്കും നെറ്റ് ബുക്കും മാറരുത് കേട്ടോ. നെറ്റ് ബുക്സ് ഹാവ് സ്ക്രീൻ സൈസ് റേഞ്ചിങ് എനി between 5 to 10 inches and weight around 1 to 12 pounds. Netbooks are primarily designed for web-based application which does not require a sophisticated processor. Hence, the processor in the netbook is designed to have comparatively low clocking speed than the notebook. അതായത് നമുക്കത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ, ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ആ ആപ്ലിക്കേഷനുകളൊക്കെ വർക്ക് ചെയ്യുന്നത് സെർവറുകളിൽ വെച്ചിട്ടായിരിക്കും. അത് ആക്സസ് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറുകളിലേക്ക് പ്രൊസസ്സറുകൾക്ക് അധികം വർക്ക് ലോഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നെറ്റ് ബുക്കിനകത്തുള്ള പ്രൊസസ്സറുകൾ വളരെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്ന സ്പീഡാണ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. കുറച്ചുകൂടി കമ്പ്യൂട്ടർ ടേമാണ്, നമുക്കതിലേക്ക് പോകാനില്ല. എങ്കിലും മനസ്സിലാക്കി വെക്കുക, ഈ കമ്പ്യൂട്ടർ CPU വർക്ക് ചെയ്യുന്ന സ്പീഡ് നമ്മൾ ക്ലോക്ക് സ്പീഡ് നമ്മൾ സൂചിപ്പിക്കും. ആ സ്പീഡ് കുറഞ്ഞ പ്രൊസസ്സറുകളായിരിക്കും, അതായത് സ്പീഡ് കുറഞ്ഞ പ്രൊസസ്സറുകളായിരിക്കും നെറ്റ് ബുക്കിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ അതായത് ഇതിനെക്കാട്ടിലും സ്പീഡ് കൂടിയിട്ടുള്ള പ്രൊസസ്സറുകളാണ് നോട്ട് ബുക്കിനകത്തും ഡെസ്ക്ടോപ്പിനകത്തും ലാപ്ടോപ്പിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, the storage capacity offers in the netbook is around 8 to 160 GB. Netbooks are ideal for tasks such as browsing the internet, sending and receiving mail, spreadsheet calculation and accessing web-based applications. അല്ലേ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത് 8 to 160 GB ആണ് സാധാരണ നെറ്റ് ബുക്കിൻ്റെ കപ്പാസിറ്റി. മേ ബി ഇതിലും വളരെ കൂടുതലുണ്ടാവും, എങ്കിലും വളരെ കുറഞ്ഞ സൈസിലാണ് നെറ്റ് ബുക്കിനകത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് ടെറാബൈറ്റ്സുകളാണെന്നല്ലേ ഇന്ന് സാധാരണ വാങ്ങുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ 1 TB 2 TB ഒക്കെയാണ് TB എന്നാൽ ടെറാബൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളത് ഗിഗാബൈറ്റിലാണ് 8 to 160 GB ഒക്കെയുള്ള ഹാർഡ് ഡിസ്കുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, netbooks have an advantages over notebook in terms of battery life. Netbooks are designed to be a small computing device with only basic hardware installed. ബേസിക് ഹാർഡ്വെയർ മാത്രമേ എന്തിനകത്ത് ഉണ്ടാവുള്ളൂ, നെറ്റ് ബുക്കിനകത്ത് ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ സ്പീഡ് നെറ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ CD-യും DVD ഒക്കെ ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റിയോ ബ്ലൂടൂത്ത് ഫെസിലിറ്റിയോ അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസൊക്കെ നെറ്റ് ബുക്കിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസും കുറവാണ്, പിന്നെ അതിൻ്റെ ഹാർഡ്വെയർ ഡിവൈസുകളൊക്കെ കുറവാണ് കമ്പയർ ടു ദി നോട്ട്ബുക്ക് ആൻഡ് ലാപ്ടോപ്പ്. ബിക്കോസ് ഓഫ് ദി സൈസ് ആൻഡ് സ്പേസ് പാരാമീറ്റേഴ്സ് നെറ്റ്ബുക്ക് ലാക്ക് ഒപ്റ്റിക്കൽ ഡ്രൈവർ ആൻഡ് ബിഗർ സ്ക്രീൻ വിത്ത് ഇൻ ടേം ആഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ബാറ്ററി ലൈഫ് വെൻ കമ്പയർ ടു ദി നോട്ട്ബുക്സ്. ഞാൻ പറഞ്ഞു നേരത്തെ. The netbook are the ultimate choice of students and teachers over notebooks because of their small size, lightweight, portability and easy web access for academic related tasks such as word editing, presentation and tutorials. അല്ലേ, നമ്മുടെ ഫീൽഡിലൊക്കെ മീൻസ് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നെറ്റ് ബുക്സ്. കാരണം നമുക്ക് പോർട്ടബിളാണ്, അതായത് നമുക്ക് കൊണ്ടുപോകാൻ വളരെ ഈസിയാണ്. നമ്മുടെ ബാഗിനകത്തൊക്കെ ഒരു നോട്ട്ബുക്കിന് അത്ര സൈസിലുള്ള നെറ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് കൊണ്ടുവരണമെങ്കിൽ വരെ നമുക്ക് കൊണ്ടുവന്നാൽ മതി. ഒരു നെറ്റ് ബുക്ക് എടുത്താൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ
എങ്ങനെയാണോ നിങ്ങൾ നോട്ട്ബുക്ക് മീൻസ് ഹാർഡ് കോപ്പിയുടെ സാധാരണ ടെക്സ്റ്റ് നോട്ടൊക്കെ പറയില്ലേ, നിങ്ങൾ നോട്ട്ബുക്കിൽ എങ്ങനെ നിങ്ങൾ പേന കൊണ്ട് എഴുതുന്നു അതേ രൂപത്തിലേക്ക് നെറ്റ് ബുക്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീൻ തുറന്നിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. PDF ഫയലുകളും വേർഡ് എഡിറ്ററിങ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകളും വേർഡ് ഫയലുകളും PDF ഫയലുകളെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ്സുകൾ ഓൺലൈൻ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ മീറ്റുകളും സൂമുകളും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സാധാരണ ടെക്സ്റ്റ് ഒരു നോട്ട്ബുക്ക് ഉപയോഗിക്കണ മാതിരി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ് ബുക്ക് എന്നുള്ള കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായൊരു സാധനമാണ് ഇത് നെറ്റ് ബുക്സ്. കാരണം അതിൻ്റെ സൈസ് വളരെ കുറവാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പോർട്ടബിളാണ്. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിവൈസാണ് എന്ത്, നെറ്റ് ബുക്ക് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോട്ട് ബുക്കാണ്. നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് ബുക്കിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അതേ രൂപത്തിലുള്ളൊരു കമ്പ്യൂട്ടറാണ് നോട്ട് ബുക്ക്. മനസ്സിലായി? നോട്ട് ബുക്സ് ഹാവ് സ്ക്രീൻ സൈസ് റേഞ്ചിങ് ഫ്രം 12 to 17 inches and weight around 5 to 6 pounds. അപ്പോൾ നെറ്റ് ബുക്കിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി സൈസ് കൂടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് എന്ത്, നോട്ട് ബുക്ക്. പവർഫുള്ളാണ് ഏത് കമ്പയർ ടു ദി നെറ്റ് ബുക്ക്. ദ പ്രോസസ്സിംഗ് സ്പീഡ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ആർ ദി സെയിം ആസ് ദാറ്റ് ഓഫ് ലാർജ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. അല്ലേ? ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അതെല്ലാം നമുക്ക് എവിടെ കിട്ടും, നോട്ട് ബുക്കിനകത്ത് കിട്ടും. പക്ഷേ ലാപ്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് സൈസ് കുറവായിരിക്കും, വെയ്റ്റും കുറവായിരിക്കും. നോട്ട് ബുക്ക് ഹാവ് റിലേറ്റീവ്ലി ലാർജ് പ്രൊസസ്സർ സ്പീഡ് വെൻ കമ്പയർഡ് ടു ദി നെറ്റ് ബുക്ക് ആൻഡ് ആർ ബെസ്റ്റ് സ്യൂട്ട് ഫോർ ടാസ്ക് സച്ച് ആസ് മൾട്ടിമീഡിയ, ഗെയിമിംഗ്, വാച്ചിങ് മൂവി ആൻഡ് യൂസ് ഓഫ് അതർ ഹെവി അപ്ലിക്കേഷൻസ്. അല്ലേ? ഹെവി അപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്കത് ഗെയിമിങ്, മൾട്ടിമീഡിയ, അല്ലേ, മൂവി കാണും, ഇതിനൊക്കെ നമുക്ക് കൂടുതൽ റെസൊല്യൂഷനുള്ള, സ്പീഡുള്ള, അതുപോലെ തന്നെ സ്റ്റോറേജുള്ള കമ്പ്യൂട്ടറുകൾ വേണം. ആ ഒരു ഫെസിലിറ്റി എല്ലാം നമുക്ക് എവിടെ കിട്ടും, നോട്ട് ബുക്കിനകത്ത് കിട്ടും. പക്ഷേ നെറ്റ് ബുക്കിൽ ഈ ഫെസിലിറ്റി ഒന്നും അവൈലബിൾ അല്ല. മീൻസ് അവൈലബിൾ അല്ല ഉദ്ദേശിച്ചത് ഇത്ര പെർഫോമൻസ് ഉണ്ടാവില്ല. പക്ഷേ നോട്ട് ബുക്കിനകത്ത് ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം പ്രൊസസ്സർ, അത് ക്ലോക്ക് സൈക്കിൾ അല്ലെങ്കിൽ ക്ലോക്ക് സ്പീഡ് നെറ്റ് ബുക്കിനെ അപേക്ഷിച്ചിട്ട് നോട്ട് ബുക്കിൽ കൂടുതലാണ്. ഒരു ലാപ്ടോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് ബുക്കിനകത്തും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സൈസ് കുറച്ച് കുറവായിരിക്കും എന്നാണ്. നോട്ട് ബുക്സ് ഓഫർ സ്റ്റോറേജ് കപ്പാസിറ്റി 300 to 800 GB. നെറ്റ് ബുക്കിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്, നോട്ട് ബുക്ക്. ഇതാണ് നെറ്റ് ബുക്കും നോട്ട് ബുക്കും ലാപ്ടോപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്. അല്ലേ? ഒരു പേഴ്സണെ അസിസ്റ്റ് ചെയ്യുന്ന ഡിവൈസ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇറ്റ് ഈസ് എ ഹാൻഡിൽഡ് കമ്പ്യൂട്ടർ ആൻഡ് പോപ്പുലർ നോൺ ആസ് എ palm top. It has a touch screen and memory card for storage of data. PDA can also be used as portable audio player, web browsers and smartphones. Most of them can access the internet by means of Bluetooth or Wi-Fi communications. ഇതിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്തുകൾ ഉപയോഗിക്കുക, വൈഫൈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റു ഡിവൈസുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ നെറ്റ് ബുക്കാണെങ്കിലും അതുപോലെ തന്നെ നോട്ട് ബുക്കാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് കീബോർഡ് ഉണ്ടായിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഇതിനകത്താവൊന്നും ഉണ്ടാവില്ല. ഇവിടെ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചാൽ നമ്മൾ, അതായത് ഈ പാംടോം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയ സ്മാർട്ട് ഫോൺ തന്നെയാണ് ശരിക്കും. മനസ്സിലായി? അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അത് തന്നെയാണ്. ഇത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ സ്മാർട്ട് ഫോണിനകത്ത് വൈഫൈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമ്മൾ ഡിവൈസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ. അതുപോലെ തന്നെ ഓഡിയോ പ്ലെയറുകളും വീഡിയോ പ്ലെയറുകളും വെബ് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലേ. ആപ്ലിക്കേഷനുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ടച്ച് സ്ക്രീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി കാർഡുകളുണ്ട്, അല്ലേ. ഇതാണ് നമ്മളെന്ത്, ഒരു പേഴ്സണെ എന്തൊക്കെ രൂപത്തിൽ അസിസ്റ്റ് ചെയ്യുന്ന ഡിവൈസ്, അതാണ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് PDA എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളന്നത്തെ പുതിയ സ്മാർട്ട് ഫോണാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോൺ എന്നുള്ള രൂപത്തിലല്ല, ആസ് എ കമ്പ്യൂട്ടർ എന്നുള്ള രൂപത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മിനി കമ്പ്യൂട്ടർ, അല്ലേ. മിനി കമ്പ്യൂട്ടർ
In terms of size and processing capacity, mini computers lie in between mainframe and microcomputers. ഇതിൻ്റെ സൈസ് വെച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് എന്താ പറയുക മെയിൻ ഫ്രെയിമിൻ്റെയും മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഇടയിലാണ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സദാ കമ്പ്യൂട്ടേഴ്സാണ്. അതായത് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, പാം ടോപ്പ്, പിന്നെ അതുപോലെ തന്നെ നെറ്റ് ബുക്ക്, നോട്ട് ബുക്കൊക്കെ അല്ലേ, ഇതാണ് സാധാരണ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും അതുപോലെ തന്നെ മെയിൻ ഫ്രെയിം ഉണ്ട്. മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ മിനി കമ്പ്യൂട്ടേഴ്സിനെ കുറച്ചുകൂടി പവർഫുള്ളായ കമ്പ്യൂട്ടേഴ്സാണ് മെയിൻ ഫ്രെയിം. ഇതിൻ്റെ രണ്ടിലെ ഇടയിലാണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ ആൾസോ കോൾഡ് മിഡ് റേഞ്ച് സിസ്റ്റം ഓർ വർക്ക് സ്റ്റേഷൻ. The term began to be popularly used in 1960s to refer to a relatively small third generation computers. They took up the space that would be needed for the refrigerator or to and used transistors and core memory technology. ഇത് ഏകദേശം ഒരു റെഫ്രിജറേറ്ററിൻ്റെ അത്രയും സൈസ് ഉണ്ടാവും അല്ലേ, സാധാരണ ഡെസ്ക്ടോപ്പിൻ്റെ രൂപത്തിലല്ല. നമ്മൾ കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും ഒരു കീബോർഡും മൗസും മോണിറ്ററും വെച്ച് വർക്ക് ചെയ്യുന്നൊരു സംഭവം എന്നുള്ളത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ മറ്റുള്ള കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്തിട്ട് അപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്തിട്ട് മറ്റു ഡിവൈസുകൾക്ക് ഈ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റു ഡിവൈസുകൾക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് എന്നുള്ളതും കൂടി കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്നതാണ്. സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് മനസ്സിലാകുമ്പോൾ ഒരു കീബോർഡ്, മൗസ്, മോണിറ്റർ ഇതൊക്കെ വെച്ചിട്ടൊരു സംഭവം മാത്രമാണ് മനസ്സിൽ വരിക. പക്ഷേ ഈ മിനി കമ്പ്യൂട്ടേഴ്സ് അങ്ങനെയല്ല. ഈ കമ്പ്യൂട്ടർ ഒരുപാട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഈ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത് വെച്ച് പ്രോസസ്സ് ചെയ്യും കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ഒരു റെഫ്രിജറേറ്റർ അത്രയും ഉണ്ടാവും. ഹൈ സ്പീഡ് ആയിക്കരം ദാൻ ദി മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഡെസ്ക്ടോപ്പ് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, നെറ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ഇതെല്ലാം പെടുന്നതാണ് എന്ത് മൈക്രോ കമ്പ്യൂട്ടർ. അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പീഡ് കൂടുതലും കപ്പാസിറ്റി കൂടുതലും ആയിട്ടുള്ള കമ്പ്യൂട്ടറാണെന്ത് മിനി കമ്പ്യൂട്ടേഴ്സ്. The 12-bit PDA-H microcomputer of the Digital Equipment Corporation was the first successful mini computer. ഇതാണ് ഫസ്റ്റ് മിനി കമ്പ്യൂട്ടർ. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് സെർവേഴ്സാണ്. നമുക്ക് കേട്ടിട്ടുണ്ടോ സെർവർ എന്നൊക്കെ അല്ലേ. They are computers designed to provide services to client machine in a computer network. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മറ്റു കമ്പ്യൂട്ടറുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണെന്ത് നമ്മുടെ സെർവേഴ്സ്. സെർവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് പ്രൊവൈഡ് ദി സർവീസസ് ടു ദി അതർ ഡിവൈസസ്, അതർ കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൻ്റെ സെർവർ, യാഹൂൻ്റെ സെർവർ അല്ലേ, മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഗൂഗിളിൻ്റെ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ മൊബൈലിനകത്തൊക്കെ ബ്രൗസർ എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ ഡാറ്റ ആരെ എത്തിച്ചേരുന്നത് ഗൂഗിളിൻ്റെ സെർവറായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഗൂഗിളിൻ്റെ സെർവർ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ നിങ്ങളതിൻ്റെ സർവീസിന് റിക്വസ്റ്റ് ചെയ്യുന്നു, ആ പ്രോസസ്സ് ചെയ്യുന്നു നിങ്ങൾ റിക്വസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ മറ്റു കമ്പ്യൂട്ടറുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണെന്ത് നമ്മുടെ സെർവേഴ്സ്. ഓക്കെ, അപ്പോൾ പൊതുവേ അതെല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇമേജിൽ കണ്ടില്ല, അതേ രൂപത്തിൽ കണക്റ്റഡ് ആയിരിക്കും. ദേ ഹാവ് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് പവർഫുൾ പ്രൊസസ്സേഴ്സ്. അപ്പോൾ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ടാവും, സെർവേഴ്സിനകത്തുണ്ടാവും. അതിന് പവർഫുൾ പ്രൊസസ്സേഴ്സ് ആയിരിക്കും. നമുക്കറിയാം അറ്റ് എ ടൈമിൽ ഗൂഗിൾ ഉപയോഗിക്കുന്നത് ഒരാളോ രണ്ടാളോ ഒന്നല്ല, ഒരുപാട് ആളുകൾ അറ്റ് എ ടൈമിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. ബില്യൺസ് ഓഫ് പീപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ എല്ലാം റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റയാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും എനിക്ക് തരുന്നത്. അപ്പോൾ ഏതൊക്കെ യൂസേഴ്സ് കൊടുക്കുന്ന റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് പ്രോസസ്സ് ആ യൂസേഴ്സിന് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടുകളും സെൻഡ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഈ സെർവറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് കപ്പാസിറ്റി വേണം, സ്റ്റോറേജ് കപ്പാസിറ്റി വേണം, അതുപോലെ തന്നെ ഇത്രയും ആളുകളെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള പ്രൊസസ്സറിൻ്റെ സ്പീഡും വേണം. അപ്പോൾ
വലിയ പവർഫുൾ പ്രോസസ്സേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല നമുക്കറിയാം ഗൂഗിൾ നിങ്ങൾ 24 hours നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 hours വർക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അത്രയും പവർഫുൾ പ്രോസസ്സേഴ്സ് ആയിരിക്കും. 24 hours എന്ന് പറഞ്ഞാൽ അത് ഓഫ് ചെയ്യലില്ല എന്നർത്ഥം. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സേഴ്സ് എവിടെ വേണം? ഈ സെർവറുകളിൽ ഉണ്ടാവും. പിന്നെ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റീസും എവിടെ വേണം? സെർവറിലുണ്ടാവും. റണ്ണിങ് ഓൺ ദം ആർ പ്രോഗ്രാം ദാറ്റ് സെർവ് ക്ലയൻറ്റ് റിക്വസ്റ്റ് ആൻഡ് അലോക്കേറ്റ് റിസോഴ്സസ് ലൈക്ക് മെമ്മറി ആൻഡ് ടൈം ടു ക്ലയൻറ്റ് മെഷീൻ അല്ലേ. നമ്മളെ ക്ലയൻറ്റ്, നമ്മളാണ് ക്ലയൻറ്റ്, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ തരുന്നു, അതിനിപ്പോൾ ആവശ്യമായ മെമ്മറികൾ എവിടെ വേണം? സെർവറിൽ അലോക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ റിക്വസ്റ്റിന് ടൈം, എത്ര സമയം കൊണ്ടാണോ എത്ര സമയം കൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ടൈം എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെർവറുകളാണ്. യൂഷ്വലി ദേ ആർ വെരി ലാർജ് ഇൻ സൈസ് ആസ് ദേ ഹാവ് ലാർജ് പ്രൊസസ്സേഴ്സ് ആൻഡ് മെയിൻലി ഹാർഡ് ഡ്രൈവേഴ്സ് അല്ലേ. അപ്പോൾ ഒരുപാട് പ്രൊസസ്സേഴ്സ് വേണ്ടി വരും ഇതിനകത്ത്. അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവുകൾ, ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസും കൂടുതലായിരിക്കും. ദേ ആർ ഡിസൈൻഡ് ടു ബി ഫെയിൽ സേഫ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ക്രാഷ്. ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറുകളൊക്കെ ചിലപ്പോൾ പവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റ പോയി എന്ന് വന്നേക്കാം അല്ലേ. ഇടി മിന്നലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ലാപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഒക്കെ കംപ്ലയിൻറ്റ് വന്നേക്കാം, ഡാറ്റകൾ നഷ്ടപ്പെടും. പക്ഷേ ഈ സെർവറിൻ്റെ കേസിൽ എങ്ങനെ ഡാറ്റ നഷ്ടപ്പെടുന്നത് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കും. കാരണം ഒരുപാട് ആളുകളുടെ ഡാറ്റ ഇവിടെ ഉണ്ടാവും, സെർവറുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫെയിൽ സേഫ്, അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ടു ക്രാഷ് ഒന്നും വരാത്ത രൂപത്തിലുള്ളൊരു ഡിസൈനിങ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സെർവറുകളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഹൈ കോസ്റ്റ് ആയിരിക്കും സെർവറുകൾക്ക്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ടേം. ദ ഹൈലി കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് ടാസ്ക് can be effectively performed by means of supercomputers. Quantum physics, mechanics, then weather forecasting, molecular theory are best studies by means of supercomputers. ഇപ്പോൾ വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ നമുക്ക് ഒരുപാട് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടല്ലേ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. ഹൈലി ടാസ്കുള്ള ഓപ്പറേഷനുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. Their ability of parallel processing and their well-designed memory hierarchy give the supercomputers large transaction processing power. ഇതിനകത്ത് പാരലൽ പ്രോസസ്സിംഗ് ആണ്. അറ്റ് എ ടൈമിൽ ഒരുപാട് പ്രോസസ്സുകൾ നടത്തുന്നുണ്ടാവും. മനസ്സിലായി? ഇപ്പം നമുക്കറിയാം ഈ വെതർ ഫോർകാസ്റ്റിംഗ് ആണെങ്കിലും നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഉപഗ്രഹം സെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അതിലോരോ സെക്കൻഡെല്ലാം മില്ലി സെക്കൻഡുകളൊക്കെ വളരെ വാല്യുബിളാണ് അല്ലേ. അപ്പോൾ അതേസമയം ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ നിന്ന് ഉപഗ്രഹം പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടാസ്കുകൾ അറ്റ് എ ടൈമിൽ ചെയ്യേണ്ടതുണ്ട്. അതാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അറ്റ് എ ടൈമിൽ ഒരുപാട് പ്രോസസ്സിങ്, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഫോർ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പ് നെറ്റ്ബുക്കൊക്കെ ആണെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ നടത്തുന്നുള്ളൂ. മനസ്സിലായി? ഒറ്റ പ്രോസസ്സ് മാത്രമേ നടത്തുന്നുള്ളൂ പ്രോസസ്സർ. പക്ഷേ നമുക്ക് സ്പീഡ് കൂടുന്നതുകൊണ്ട് ഒരുപാട് പ്രോസസ്സിങ് നടത്തുന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഒറ്റ പ്രോസസ്സിങ് മാത്രമാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെ പോരാ. മനസ്സിലായി? ഒരുപാട് ടാസ്കുകൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരലായിട്ട് ഒരുപാട് പ്രോസസ്സിങ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളൊരു കമ്പ്യൂട്ടറാണിത് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ മെമ്മറി ഹൈറാർക്കിയും അതുപോലെ തന്നെ പ്രോസസ്സിങ് പവറും. അതുകൊണ്ട് തന്നെ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെയറബിൾ കമ്പ്യൂട്ടേഴ്സാണ് അല്ലേ. ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് വെയറബിൾ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. നമുക്ക് ബോഡിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഡിവൈസാണ് എന്ത് വെയറബിൾ കമ്പ്യൂട്ടർ. റെക്കോർഡ് സെറ്റപ്പ് ഇൻ ദി ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാസ് ദ ക്രിയേഷൻ ഓഫ് വെയറബിൾ കമ്പ്യൂട്ടേഴ്സ്. ദീസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ബോൺ ഓൺ ദി ബോഡി and are often used in the study of behavior modeling and human health. അല്ലേ, ഹ്യൂമൻ്റെ ഹെൽത്തും ബിഹേവിയറും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണോ കുറവാണോ, അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബോഡിയിലുള്ള എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് ഇത് വെയറബിൾ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇതെല്ലാം കൺട്രോൾ ചെയ്യും. മനസ്സിലായോ? മിലിറ്ററി ആൻഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഹാവ്
incorporate with wearable computers into their daily routine as part of such studies. അല്ലേ, ഈ ഹെൽത്ത് പ്രൊഫഷണൽസും മിലിറ്ററി ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓരോ ദിവസത്തെ റുട്ടീൻസ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നില്ല എന്നൊക്കെ ഫുൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അന്ന് സാധാരണ ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനമൊക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ. ടാബ്ലറ്റ്സ് ആർ മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ വെരി ഹാൻഡി ടു യൂസ്. ദ യൂസ് ദ ടച്ച് സ്ക്രീൻ ടെക്നോളജി. ടാബ്ലറ്റ്സ് കം വിത്ത് ആൻ ഓൺ സ്ക്രീൻ കീബോർഡ്, ഓൺ യൂസ് ഓഫ് സ്റ്റൈലസ് ഓർ ഡിജിറ്റൽ പെൻ. ഓക്കെ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറാണ് ടാബ്ലറ്റ് അല്ലേ. ടാബ്ലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഈസിയാണ്, നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ ഈസിയാണ്. കീബോർഡ് എന്ന് പറയുന്ന ടച്ച് സ്ക്രീനാണ്, അതുപോലെ തന്നെ ലൈറ്റ് പെൻ ഇതിനകത്ത് ഉണ്ടാവും, അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി, സോറി. പിന്നെ ഏതായാലും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി നിങ്ങൾ എല്ലാ ഡെസ്ക് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം, എന്നിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ ലെങ്ത് ആയി, സോറി കേട്ടോ. ഓക്കെ, താങ്ക് യു.